ലാസ്റ്റ് 2016 ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് ഇന്റഗ്രൽ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. നമുക്കറിയാം കോസ് സ്ക്വയർ എക്സിന്റെ ഫോർമുല എന്താ മക്കളെ? 1 പ്ലസ് കോസ് ഈ ആംഗിൾ നേരെ ഇരട്ടിയാവും 2x ഡിവൈഡഡ് ബൈ 2. എപ്പോഴും നമ്മൾ പഠിക്കുന്ന ഒരു ഇതാണ്. കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ അവിടെ 2x ആവും ഡിവൈഡഡ് ബൈ 2 വരും. അപ്പോൾ നമ്മൾ ഈ കോസ് ഒന്നാമത്തെ ക്വസ്റ്റിനകത്ത് 1/2 നമ്മൾ പുറത്തേക്ക് എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? കോസ് സ്ക്വയർ എക്സിന് പകരം 1 പ്ലസ് കോസ് 2x കൊടുക്കും ഇൻറ്റു ഡി എക്സ് എന്ന് വരും. ഇനി വളരെ സിമ്പിൾ ആണ്. 1/2 അങ്ങനെ തന്നെ വരും. 1ന്റെ ഇന്റഗ്രൽ എക്സ് വരും. കോസ് 2xന്റെ ഇന്റഗ്രൽ എന്താ? സൈൻ 2x വരും. അവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണോ ബൈ വരും. അപ്പോൾ 1/2 പ്ലസ് അതായത് 1ന്റെ ഇന്റഗ്രൽ എക്സ്, കോസ് 2xന്റെ ഇന്റഗ്രൽ സൈൻ 2x. അവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താ? 2 ആ. നമ്മൾ ഇന്റഗ്രേഷൻ പഠിച്ചിട്ടുണ്ട്. എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ത് വന്നാലും അത് 1/, വരും. അപ്പോൾ 1/, ഏയുടെ സ്ഥാനത്ത് ഏതാണ്? 2. അപ്പോൾ 1/2 സൈൻ 2x ആവും. നമ്മൾ ഒന്നാമത്തെ ആൻസർ ആയി. സെക്കൻഡ് വൺ നോക്കുക. മെത്തേഡ് ഓഫ് ഇന്റഗ്രേഷൻ ആണ്. ഇന്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ 2x മൈനസ് എസ് സ്ക്വയർ ആണ്. ഇവിടെ നമുക്കറിയാം ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ ആദ്യം എസ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആക്കണം. ഇവിടെ എസ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു √(-1) ആണ്. -1 പുറത്തേക്ക് എടുക്കണം. അപ്പൊ എസ് സ്ക്വയർ മൈനസ് 2x എന്നാവും. അപ്പൊ എസ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എന്താണോ അത് പുറത്തെടുക്കണം. -1 പുറത്തെടുക്കണം. അപ്പൊ ഇത് പോസിറ്റീവ് ആയി. ഇതെന്തായി? ഓപ്പോസിറ്റ് സൈൻ ആയി. -2x ആയി. അപ്പൊ ഈ 1/√-1നെ റൂട്ടിനകത്ത് തന്നെ ആക്കണം. അത് കോംപ്ലക്സ് നമ്പർ ആണ്. അത് അങ്ങനെ തന്നെ അവിടെ എഴുതി വെക്കണം. അതിനെ ഒന്നും ഉപദ്രവിക്കണ്ട. നമ്മൾ ബാലൻസ് ഉള്ളത് അങ്ങനെ തന്നെ എഴുതണം. എസ് സ്ക്വയർ മൈനസ് 2x ആണ്. ഇത് മെത്തേഡ് 2 ആണ് അല്ലേ? അപ്പൊ 1/√-1 എഴുതണം. ഡി എക്സ് അങ്ങനെ തന്നെ എഴുതണം. റൂട്ട് കൊടുക്കണം. എക്സ് എന്താണോ ഇറക്കി എഴുതണം. ഈ -2ന്റെ പകുതി -1 ഹോൾ സ്ക്വയർ കൊടുക്കണം. ഇത് എന്താണോ നമ്പർ ഇവിടെ നമ്മൾ ഡിഫറൻസ് എടുക്കണം. ഇതിന്റെ സ്ക്വയർ ഇവിടെ കുറയ്ക്കണം. അപ്പൊ എക്സ് എന്താണോ അങ്ങനെ തന്നെ ഇറക്കി എഴുതുക. മൈനസ് ആണെങ്കിൽ മൈനസ് ഇറക്കി എഴുതുക. ഈ 2ന്റെ പകുതി 1 ഹോൾ സ്ക്വയർ കൊടുക്കണം. ഇതിന്റെ സ്ക്വയർ ഇവിടെ ഡിഫറൻസ് എടുക്കണം. ഇതിന്റെ മെത്തേഡ് 1 നമ്മൾ ഇഷ്ടമാതിരി പ്രോബ്ലം ലെവൽ 1 ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഡി എക്സ് ഡിവൈഡഡ് ബൈ √(x-1) ദ ഹോൾ സ്ക്വയർ -1 സ്ക്വയർ ആയില്ലേ? ഇപ്പൊ നമ്മൾ പഠിച്ചൊരു ഫോർമുലയായി. പക്ഷേ എന്ത് വേണം? ഈ മൈനസിനെ നമ്മൾ പുറത്ത് സൂക്ഷിച്ചു വെച്ചേക്കുക. ഇതിനെ ആ സ്റ്റെപ്പിൽ അകത്തേക്ക് എടുത്ത് നമ്മളൊന്ന് സൈൻ ഓപ്പോസിറ്റ് ആക്കണം. അപ്പൊ എന്താവും മക്കളെ? ഡി എക്സ് ഡിവൈഡഡ് ബൈ √(1 സ്ക്വയർ ആദ്യം വരും. x-1 ദ ഹോൾ സ്ക്വയർ രണ്ടാമതും വരും. കാരണം ഈ മൈനസിനെ അകത്തേക്ക് കൊടുത്ത് സൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യണം. അപ്പൊ ഇത് ഏതാ ഫോർമുലയായി? ഡി എക്സ് ഡിവൈഡഡ് ബൈ √(s² മൈനസ് s² ആയി. എന്താ നമ്മുടെ ഫോർമുല? സൈൻ ഇൻവേഴ്സ് x/a അല്ലേ? സൈൻ ഇൻവേഴ്സ് x/a കൊടുത്തു. അപ്പൊ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് ഏതാ കിടക്കണേ? x-1 ബൈ എയുടെ സ്ഥാനത്ത് ഏതാ കിടക്കണേ? 1 + e ആയി. അപ്പൊ നമ്മുടെ ആൻസർ സൈൻ ഇൻവേഴ്സ് ഓഫ് x-1 ഡിവൈഡഡ് ബൈ a. ക്ലിയർ ആയല്ലോ? ദെൻ മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ഇന്റഗ്രൽ x cos x dx. ഇതിനകത്ത് തേർഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇന്റഗ്രൽ x cos x. ഇത് നമ്മൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സിൽ പഠിച്ചേക്കണെയാണ്. നമുക്കറിയാം ഇങ്ങനെ ഒരു വാക്ക് വന്ന ഹൈലൈറ്റ്. എ എന്ന് പറഞ്ഞാൽ പോളിനോമിയൽ, ടി ട്രിഗണോമെട്രി. ഇത് പോളിനോമിയൽ, ഇത് ട്രിഗണോമെട്രി. അപ്പൊ ഒരു പോളിനോമിയലും ഒരു ട്രിഗണോമെട്രിയും കൂടെ വന്ന ഏതാ ഫസ്റ്റ്? പോളിനോമിയല അല്ലേ? അപ്പൊ ഇത് ഫസ്റ്റ് ആണ്, ഇത് സെക്കൻഡ് ആണ്. പിന്നെ നമ്മളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. തേർഡ് വൺ. അപ്പൊ അതിന് ഐ എന്ന് കൊടുത്തു. അപ്പൊ ഏതാണ്? ഫസ്റ്റിനെ എവിടെ നിർത്തി? ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് cos x dx മൈനസ് ഇന്റഗ്രൽ. പിന്നെ നമ്മൾ ഇവിടെ നോക്കിയാൽ മതി. ഡെറിവേറ്റീവ് ഓഫ് ഇവിടെ വരുന്ന എക്സ് എടുത്തെഴുതി. പിന്നെ ഇതൊന്നുകൂടി എടുത്തെഴുതി. cos x dx എഴുതി. ഇനി ഇവിടെ പറയാം ഈ എക്സ് അങ്ങനെ തന്നെ വരും. കോസിന്റെ ഇന്റഗ്രൽ എന്നാ? ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്നാ? 1. ഈ കോസിന്റെ ഇന്റഗ്രൽ ഈ സൈൻ എക്സ് ഒന്നോടെ എടുത്തെഴുതാം. സൈൻ എക്സ് ഡി എക്സ്. ഇവിടെ എല്ലാവരും തെറ്റിക്കുന്ന ഒരു തെറ്റുണ്ട്. ഈ 1ന്റെ ഇന്റഗ്രൽ കൊണ്ട് എഴുതി വെക്കും. അല്ലെങ്കിൽ 1 ഇൻറ്റു ആണ് അവിടെ കേട്ടോ. അപ്പൊ ഇന്റഗ്രൽ എക്സ് സൈൻ എക്സ് അങ്ങനെ തന്നെ വരും. മൈനസ് 1 ഇൻറ്റു സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ഡി എക്സ് ആണ്. ഒരിക്കലും 1ന്റെ ഇന്റഗ്രൽ എഴുതരുത്. അവിടെ 1 എഴുതിയില്ലെങ്കിലും ഒരു പ്രശ്നമില്ല. ഇനി ഇവിടെ നോക്കിക്കേ. എക്സ് സൈൻ എക്സ് അങ്ങനെ തന്നെ വന്നു. മൈനസ് സൈൻ എക്സിന്റെ ഇന്റഗ്രൽ മൈനസ് കോസ് എക്സ് പ്ലസ് ഇ ആയി. ഇനി ഈ എക്സ് സൈൻ എക്സ് അങ്ങനെ തന്നെ നമ്മൾ എഴുതി. ഈ മൈനസും എന്തായി മക്കളെ? പ്ലസ് ആയില്ലേ? അപ്പൊ പ്ലസ് കോസ് എക്സ് ആയി, പ്ലസ് ഇ ആയി. അപ്പൊ നമ്മുടെ ആൻസർ ആയി.